ദിവസവും വ്യായാമം ചെയ്യുന്ന യുവാവ് 35 വയസ്സേ ഉള്ളൂ. പുകവലി ശീലമില്ല, മദ്യപാന ശീലമില്ല. എന്നിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നു. ഒടുവിൽ പരിശോധിച്ച് 2 സ്റ്റെന്റ് ഇട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇങ്ങനെ ചെറുപ്പക്കാരിൽ വരെ ഹൃദ്രോഗം വരുന്നതിന് എന്താണ് കാരണം? സാധാരണഗതിയിൽ സിഗരറ്റ് വലിയ പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നുമില്ലാത്തവർക്കും കൃത്യമായി വ്യായാമമുള്ളവർക്കും ഈ അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യത്തില് ചെറുപ്പത്തിൽ തന്നെ ഹൃദയാഘാതത്തിന്റെ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ, അതായത് ആ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വരാനുള്ള സാധ്യത ഏകദേശം 30 മുതൽ 40% വരെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ടെൻഷൻ ഉള്ള ജോലിയാണ്, പ്രത്യേകിച്ച് ഒരു മനസമാധാനവും ഇല്ല, ഓവറായിട്ടുള്ള സ്ട്രെസ് വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഉറക്കം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്, ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരുപക്ഷെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണെന്നിരിക്കട്ടെ, ഇപ്പൊ മദ്യപാനവും പുകവലി ഇല്ലെങ്കിൽ പോലും ഉയർന്ന സോഡിയം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ബേക്കറി ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് കഴിക്കുക, പതിവായിട്ട് അത് മാത്രം കഴിക്കുക, പ്രത്യേകിച്ച് പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും ഉപയോഗം ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഈ രീതിക്ക് എങ്ങനെയെങ്കിലും വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവർക്കെല്ലാം തന്നെ ഹൃദ്രോഗ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന BP എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടാതെ തിരിച്ചറിയപ്പെടാതെ ഇരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലോ, പ്രമേഹ രോഗം ഒട്ടും നിയന്ത്രണമില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലോ, നിങ്ങൾ മദ്യപാനവും പുകവലി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഹൃദയാഘാതത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ശരിയായിട്ടുള്ള വ്യായാമം ചെയ്യുക. പുകവലി എന്ന് പറയുന്നത് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ദുശീലമായതുകൊണ്ട് തന്നെ അത് ഹൃദയാഘാതത്തിലേക്കും ഈവൻ കുടൽ ക്യാൻസറിലേക്കും വരും എത്തിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും പുകവലി ശീലം ഒഴിവാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കുക. ടെൻഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യവും ജീവിതത്തിൽ നേടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ടെൻഷൻ മാറ്റി ജീവിക്കാനായിട്ട് നോക്കുക. നമുക്ക് ഹൃദയാഘാതത്തിനെ ചെറുക്കാം.